you, Lord Jesus. Oh God, we praise you, Lord. We give you glory, Lord Jesus, oh Lord. Thank you, Lord. Thank you, Lord Jesus. Hallelujah, 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 Lord Jesus. We praise you, Lord. Nobody ever know. എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും നിന്റെ അഭിഷിക്തനോട് കോപിക്കുകയും ചെയ്തു. But you have cast. Amen. I have sown by my holiness. I will not lie to David. ഞാൻ ദാവീദിനോട് ദോഷം പറഞ്ഞിട്ടില്ല. ആ വിശുദ്ധിയിൽ ആമേൻ ഹല്ലേലൂയ. അതേ വംശാവലിയിൽ വന്ന യേശു ക്രിസ്തു എന്താ പറയുന്നത്? ഞാൻ സത്യമാണ്. I am the truth. Amen. I am the truth. ഞാൻ സത്യമാണെന്ന് പറയുന്നത് in his holiness. അതേ വിശുദ്ധിയിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയാൻ സാധിക്കുന്നത് I am the truth. Amen. Hallelujah. നിങ്ങൾക്കും എനിക്കും അത് പറയാൻ സാധിക്കുന്നില്ല കർത്താവേ. ഹല്ലേലൂയ. പക്ഷേ യേശു ക്രിസ്തു അതേ ഹോളിനെസ്, അതേ വിശുദ്ധിയിലാണ് പറയുന്നത് ഞാൻ സത്യമാകുന്നു. Amen. Hallelujah. പക്ഷേ 38ാമത്തെ വാക്യം എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും നിന്റെ അഭിഷിക്തനോട് കോപിക്കുകയും ചെയ്തു. Amen. But you have cast away abhorred. You have been furious with your anointing. ഇതേ പ്രോമിസ് ഞാൻ കേട്ടിട്ടുണ്ട്. ദാവീദിനോട് ദൈവം പറഞ്ഞു, ദാവീദ് ആ ഇസ്രായേൽ ജനങ്ങളോട് എന്നെ പറഞ്ഞിട്ട് ദൈവം ഇങ്ങനെ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. പക്ഷേ ആ ജനം എന്താണ് ആ സങ്കീർത്തനക്കാർ ഇപ്പോൾ എഴുതുമ്പോൾ ഇത് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ദൈവം കൊടുത്ത വാഗ്ദത്തം ദാവീദ് നമ്മളോട് പറഞ്ഞു. പക്ഷേ we cannot see it. ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. I'm not able to experience it. Amen. Hallelujah. നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ Amen. Hallelujah. Hallelujah. ആ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെന്റും ആണ് ഇരിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നു. ദൈവം ഓരോ പ്രോമിസസ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. ആ വാഗ്ദത്തങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. Amen. Hallelujah. എന്തൊക്കെയാണ് ദൈവം സംസാരിച്ചത് അത് ഒന്നും എനിക്ക് മുന്നോട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. I am not able to experience anything, Lord Jesus, Lord. അതേ അവസ്ഥയിലാണ് സങ്കീർത്തനക്കാരൻ ഇരിക്കുന്നത്. Amen. എനിക്ക് അത് എക്സ്പീരിയൻസ് എനിക്ക് I have a bodily problem. I have a mental issue. I have challenges in my life. പക്ഷേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Amen. അന്ന് ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രോമിസസ് എവിടെയെങ്കിലും Amen. Hallelujah. Thank you, Lord. നാമത്തെ വാക്യം 40 verse 40. നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു, അവന്റെ കോട്ടകളെയും പിടിച്ചു കളഞ്ഞു. വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. തന്റെ അയൽക്കാർക്ക് അവൻ നിന്നെയായി തീർന്നിരിക്കുന്നു. നീ അവന്റെ വൈരികളുടെ വലങ്കൈയെ ഉയർത്തി. You have broken down all his edges. You have brought his strongholds to ruin. എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ എത്ര വിശ്വാസത്തിൽ ഇന്നൊരു ആളായിരുന്നു. Amen. എത്ര സന്തോഷത്തിൽ ഇന്ന ആളായിരുന്നു. ഓരോ ദിവസം എവിടെയോ അവിടെയുണ്ട് ആരാധനയുണ്ട് എല്ലാം ഞാൻ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. Amen. Hallelujah. പാട്ട് പാടാനും വചനം വായിക്കാനും എല്ലാത്തിനും മുമ്പോട്ടാണ്. Amen. Hallelujah. പക്ഷേ എന്തുവാണ് നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു, അവന്റെ കോട്ടകളെയും പിടിച്ചു കളഞ്ഞു. Amen. Thank you, Lord. എല്ലാ വേലികളെല്ലാം പൊളിച്ചു. You have broken down all his hedges. അപ്പോൾ ഞാൻ പറഞ്ഞത് God ദൈവമാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവമാണ് എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രൊട്ടക്ഷൻ എല്ലാം പോയി. All protection is gone. ഞാൻ ഒരു വേലി ഇരിക്കുന്ന ആർക്കും എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കൊരു വിശ്വാസം ഉണ്ടാകുന്നത് ദൈവം എന്നെ സംരക്ഷിക്കും. God will protect. പക്ഷേ അതൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ പ്രൊട്ടക്ഷൻ ഒന്നും പോയി. വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. തന്റെ അയൽക്കാർക്ക് അവൻ നിന്നെയായി തീർന്നിരിക്കുന്നു. And all who pass by wonder him. He is a reproach to his neighbor. Amen. Hallelujah.
വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. തന്റെ അയൽക്കാർക്ക് അവൻ നിന്നെയായി തീർന്നിരിക്കുന്നു. നമ്മളൊക്കെ ആരാണ്? ദൈവത്തിന് യേശു ക്രിസ്തുവിനെ സൗരഭ്യ വാസനയാണ്. We are a fragrance of Christ. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ? What am I going through? എനിക്ക് അവനെ കുറിച്ച് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരാളെ കാണുമ്പോൾ എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. I cannot speak about Christ. Hallelujah. Thank you, Lord. ഒരു നാൾ തല ഉയർത്തി നടത്തി ആളാണ് ഇപ്പോൾ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. I'm not able to lift my head. Hallelujah. Thank you, Lord. Thank you, Master Jesus. All the promises, nothing is happening. Hallelujah. എല്ലാ വാഗ്ദത്തങ്ങളും ഒന്നും സംഭവിക്കുന്നില്ല. ഒരു നാളെ ഞാൻ ശത്രുക്കളെ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴെന്നുള്ള ശത്രുക്കൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. They are laughing at me. നീ അവന്റെ വൈരികളുടെ വലമയെ ഉയർത്തി അവന്റെ സർവ്വ ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. നീ അവന്റെ വായുതലയെ മടക്കി യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല. അവന്റെ തേജസ്സിനെ നീ ഇല്ലാതാക്കി അവന്റെ സിംഹാസനത്തെ നിലത്ത് തള്ളിയിട്ടു. അവന്റെ യൗവനകാലത്തെ നീ ചുരുക്കി നീ അവന് ലജ്ജ കൊണ്ട് മൂടിയിരിക്കുന്നു. You have exalted the right hand of his adversary. You have made all his enemies rejoice. അവരെ സന്തോഷിക്കുക. എന്റെ ശത്രുക്കളാണ് ഇപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. You have made his glory cease and cast him thrown down the ground. The days of his youth you have shortened. You have covered him with shame. അപ്പൊ ഇപ്പൊ ഞാൻ ലജ്ജയിലാണ് ജീവിക്കുന്നത്. എന്റെ ആരോഗ്യമെല്ലാം പോയി. ഞാൻ പറയുന്നത് the joy of the Lord is my strength. യഹോവയുടെ ബലവാനാണ് എന്റെ പങ്കോടുന്നത്. ഇപ്പൊ എനിക്ക് ആ ഒരു സ്ട്രെങ്ത് എനിക്കില്ല. ആ ഒരു വിക്ടറി ജയം ഞാൻ കാണുന്നില്ല. അടുത്ത നാളെ ഒന്നും ഞാൻ ജയമൊന്നും കാണുന്നില്ല. പക്ഷെ ദൈവം എന്നോട് 35 ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഇതൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ കുടുംബം നാല് വഴിക്ക് പോയി. എല്ലാം ഒരു തകർന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്റെ പ്രോമിസസ് കർത്താവേ ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കി അവരെ ഞാൻ നാണക്കേണ്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. I am in that point. Amen. യഹോവേ, നീ നിത്യം മറന്നു കളയുന്നതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം. എന്റെ ആയുധ ശുദ്ധമെന്ന് ഓർക്കണമേ. എന്ത് മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെ സൃഷ്ടിച്ചു. ജീവിച്ചിരുന്ന മരണം കാണാതിരിക്കുന്ന മനുഷ്യനാരും തന്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ. ഒരു വാഗ്ദത്തം പറഞ്ഞു. ഞാൻ കുറെ വർഷം മുമ്പേ കേട്ട വാഗ്ദത്തമാണ്. കുറെ മാസങ്ങൾക്ക് മുമ്പേ കേട്ട വാഗ്ദത്തമാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ കേട്ട വാഗ്ദത്തമാണ്. പക്ഷെ ഇതൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എന്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കുടുംബം ഇല്ലാതെയായിരിക്കുന്നു. മറ്റുള്ളവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു പരിഹാസ കഥാപാത്രമായി വന്നിരിക്കുന്നു. എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എത്ര നാൾ കർത്താവേ ഹല്ലേലൂയ. How long, Lord, Lord Jesus, Lord. എത്ര നാളാണ് കർത്താവേ ഞാൻ ഇങ്ങനെ പോകുന്നത്. 47 പറയുന്നത്, remember how short my time is. For what futility have you created all children of men, and what man can live and not see death can be delivered his life from the power of his grave. Amen. Hallelujah. എത്ര നാള് my body is weak. എന്റെ ശരീരം ക്ഷയിച്ചിരിക്കുകയാണ്. എനിക്ക് പഴയ ആരോഗ്യം ഒന്നുമില്ല. പക്ഷെ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മൾ തിരിച്ച് 35 പോകുവാണെങ്കിൽ ദൈവം പറഞ്ഞു, ഞാൻ ദാവീദിനോട് ഭോഷ്ക് പറയുന്നില്ല. I won't lie to David. അതിന്റെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്.
ആ സങ്കീർത്തനക്കാരുടെ ഒരു അവസ്ഥയാണ് ഇങ്ങനെ. ഹല്ലേലൂയ. എത്ര നാൾ കർത്താവേ, ഹല്ലേലൂയ, പലപ്പോഴും കർത്താവേ, ഹല്ലേലൂയ, നമ്മളും ഇതേ അവസ്ഥയിലാണ്. ഇത് തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഓരോ ദിവസവും ഞാനും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര നാൾ കർത്താവേ, how long you Lord Jesus, oh Lord, എത്ര നാൾ കർത്താവേ, ഹല്ലേലൂയ, we praise you Lord Jesus, oh Lord. ഇത്ര നാളായിട്ട് കർത്താവേ അങ്ങയുടെ ശബ്ദം അന്ന് കേട്ടു കർത്താവേ, പക്ഷേ ഇപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല കർത്താവേ. I cannot listen to the voice of God, Lord. എന്റെ മുന്നിലുള്ള എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. Thank you Master of Jesus, oh Lord. ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. എത്ര നാൾ, how long? How long? Thank you Lord Jesus, oh Lord. We praise you Lord Jesus. Hallelujah. Thank you Lord. ഇത് പകർത്താനും അല്ല സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ചിന്തകളാണ്. ഈ ചിന്തകളാണ് പലപ്പോഴും നമുക്ക് ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാത്തത് വരുന്നത്. We cannot hear the voice of God. Amen. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ, let there be light. വചനം എന്താ പറയുന്നത്? വെളിച്ചം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, വെളിച്ചം ഉണ്ടാകട്ടെ. അത് ഒന്നുകൂടെ ദൈവം പറയുന്നത്, I said let there be light once more. അങ്ങനെ വചനം പറയുന്നത് ഒരിക്കൽ കൂടെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞ അത് പറഞ്ഞതാണ്. അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെയാണ്. ഹല്ലേലൂയ. ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ ശബ്ദമുണ്ട്. അതേ ശബ്ദമാണ് നിങ്ങൾ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ആ ശബ്ദത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുക. ഹല്ലേലൂയ. ദൈവം 35ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ ദാവീദിനോട് ഭോഷ്ക് പറയത്തില്ല. I will not lie to David. Amen. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവം സംസാരിക്കുന്നത്, I will not lie to you. Amen. Hallelujah. I will not lie to Satan. I will not lie to Aaron. I will not lie to Margit brother. I will not lie to Noel. I will not lie to Sundar. I will not lie to Kenneth. I will not lie to Shari sister. I will not lie to Malu. I will not lie to Jinsi sister. I will not lie to Shakti. I will not lie to Shivya. I will not lie to Josna. I will not lie. Amen. ഞാൻ കള്ളത്തരം പറയല. Amen. Hallelujah. വിശ്വാസത്തോടെ Thank you Lord. ദൈവം ഭോഷ്ക് പറയത്തില്ല. Amen. Hallelujah. Thank you Lord Jesus, Lord. ദൈവം ദാവീദിനോട് ഭോഷ്ക് പറഞ്ഞിട്ടില്ല. നമ്മളോട് ഭോഷ്ക് പറയത്തില്ല. Amen. Hallelujah. Thank you Lord Jesus. We praise you Lord. ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന അതേ ശബ്ദത്തിലായിരുന്നു നിങ്ങളോടും എന്നോടും സംസാരിച്ചിട്ടുള്ളത്. Amen. Hallelujah. Thank you Lord Jesus. നമുക്കറിയാം. Amen. Hallelujah. എനിക്ക് കാണാൻ സാധിക്കില്ല. I cannot see. എനിക്ക് ആ നാച്ചുറൽ കണ്ണുകൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യോസേഫിന്റെ ജീവിതം നമുക്ക് കാണാം. We see the life of Joseph. Amen. Hallelujah. ദൈവം ഒരു വലിയൊരു സ്വപ്നം കൊടുത്തു. Amen. Hallelujah. Thank you Lord. Hallelujah. We praise you Lord Jesus. Hallelujah. ദൈവം ഒരു സ്വപ്നം കൊടുത്തു. Amen. ബാക്കി ദൈവം പറഞ്ഞു കൊടുത്തോ? God did not speak the rest. Amen. Hallelujah. ദൈവം നിങ്ങളോടും എന്നോടും സംസാരിച്ചിട്ടുണ്ട്. Amen. Hallelujah. God has spoken to us. അവന്റെ വഴികൾ എല്ലാം എന്നോട് വചനമാണ്. His ways are higher. His thoughts are higher. നമ്മുടെ ചിന്തകളല്ല, ദൈവത്തിന്റെ ചിന്തകളെ. Hallelujah. Thank you Lord. Hallelujah Lord Jesus. Let there be light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. Amen. Hallelujah. നിങ്ങൾ ഞാനും ഒരു നാള് ഒരു കാലത്ത് Amen. Hallelujah. ആ അന്ധകാരത്തിൽ ജീവിച്ച ആൾക്കാരാണ്. We live in darkness. Amen. Hallelujah. Thank you Lord. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഏത് ശബ്ദമാണ്? Let there be light. വെളിച്ചം ഉണ്ടാകട്ടെ. Amen. Hallelujah. അതേ ശബ്ദമാണ് നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ വന്നത്. The same voice. അങ്ങനെ നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടായത്. Amen. Thank you Lord. Hallelujah. Praise God. അതേ വെളിച്ചമാണ്. Amen. Hallelujah. അതേ ശബ്ദമാണ്. Amen. Hallelujah. Thank you Lord. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞില്ല. അവിടെ ഉണ്ടാകുന്നതെന്ന്
will be darkness. There will be challenges. Amen. Hallelujah. Thank you, Lord Jesus. Hallelujah. We praise you. We glory Lord. അതെ, ഓരോ സീസണിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. Hallelujah. Thank you, Lord. We praise you, Lord Jesus. ഓരോ ട്രയൽസിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. ഓരോ ടെംപ്റ്റേഷനിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. പ്രലോഭനത്തിൽ കൂടെ പോകുന്നുണ്ട്. Amen. Hallelujah. Thank you, Lord Jesus. വെളിച്ചം ഉണ്ടാകട്ടെ. ആ ശബ്ദത്തിലേക്ക് ഇത് ഓരോ ചാലഞ്ചസിൽ കൂടെ പോകുമ്പോൾ, ഓരോ പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ, ഓരോ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒറ്റൊരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. കർത്താവേ, ആ ശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങിയത്. കർത്താവേ, ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ശബ്ദം, ആ ശബ്ദമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് സംസാരിച്ചിട്ടുള്ളത്. ആ ശബ്ദം മാത്രം എനിക്ക് മതി. ആ ശബ്ദത്തെ മാത്രം കേട്ടാൽ മതി. Hallelujah. Thank you, Lord Jesus, Lord. ഈ ടെംപ്റ്റേഷനിൽ കൂടെ പോകുമ്പോൾ, ഈ ട്രയൽസിൽ കൂടെ പോകുമ്പോൾ, ഈ പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ കർത്താവേ, hallelujah, എനിക്ക് ആ സംഗീതക്കാരൻ പറഞ്ഞപോലെ കർത്താവേ, hallelujah, അതിൽ കൂടെ അല്ല ഞാൻ ചിന്തിക്കുന്നത്. എനിക്കറിയാം അങ്ങ് ഭോഷ്കം പറയത്തില്ല. You won't lie, Lord Jesus, Lord. You are never going to lie, Lord Jesus, Lord. എനിക്ക് അറിയാം കർത്താവേ, ഈ അവസ്ഥയിൽ കൂടെ പോയാൽ കർത്താവേ, ഈ ഒരു സാഹചര്യത്തിൽ കൂടെ പോയാൽ കർത്താവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ട് കർത്താവേ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ അങ്ങ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, it will come to pass. Thank you, Lord Jesus, Lord. We praise you, Lord Jesus, Lord. Hallelujah. Hallelujah. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ, hallelujah, he will still use us. Thank you, Lord Jesus. We praise you, Lord. Hallelujah. 30 ദിവസം 37 Genesis chapter 37. Hallelujah. Thank you, Lord Jesus. അഞ്ച് മുതൽ 1 വരെ 5 to 9. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം വായിച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേടുകൊണ്ടു. നാം വയലിൽ കറ്റ വെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവരോട്, നീ ഞങ്ങളുടെ രാജാവാകുന്നു, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം വിമർശിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. ഭൂമി ചന്ദ്രനും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവരത് അവരോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവരോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം എന്നെ നമസ്കരിപ്പാൻ വരുന്നു. Look, I have a dream, another dream, and this time the sun, the moon, and the 11 stars bow to me, and the moon will. ഭൂമിയും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവരെ എന്റെ മുമ്പിൽ വന്നിട്ട് ബൗ ചെയ്ത് നമസ്കരിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം ഒരു 2 സ്വപ്നം കൊടുത്തു ജോസഫ്. ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷെ മുന്നോട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുത്തോ? ഇല്ല, പറഞ്ഞില്ല. അവിടെ ഒരു ചതി ഉണ്ടാകുമെന്ന് പറഞ്ഞോ? അവിടെ ഒരു ബിട്രയൽ ഉണ്ടാകുമെന്ന് പറഞ്ഞോ? സ്വന്തം സഹോദരന്മാർ തന്നെ ജോസഫിനെ കിണറ്റിൽ ഇരുന്ന പോലെ
like to David. Amen. Hallelujah. Thank you, Lord Jesus. We praise you, Lord. Hallelujah. Thank you, Lord. We praise you, Lord Jesus. ഞാൻ ബോസ്റ്റ് പറയുന്നില്ല. അവ ഈ വഴികളൊന്നും പറഞ്ഞിട്ടില്ല. ഈ വഴികളൊന്നും പറഞ്ഞിട്ടില്ല. Amen. Hallelujah. അവ ഈ സ്വപ്നം മാത്രം കണ്ടു. ആരും വിശ്വസിച്ചില്ല. ദൈവം തന്നൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ചില്ലെന്ന് വരും. പക്ഷെ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം കടന്ന് പറയത്തില്ല. He won't lie. അത് ഇന്നല്ല നാളെ ആയിരിക്കത്തില്ല. Hallelujah. പക്ഷെ അത് നടന്നിരിക്കും. Hallelujah. Thank you, Lord Jesus. We praise you, Lord. We praise you, Lord Jesus. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. അപ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? What do I think? Amen. Hallelujah. എബ്രായർ രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം. Sorry, ഹബക്കൂക്ക് ആണ്. ഹബക്കൂക്ക് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം താമസിക്കുകയില്ല. Amen. അപ്പോൾ എന്താ പറയുന്നത്? For the vision is yet for an appointed time. Or an appointed time. എന്താ പറയുന്നത്? മുന്നോട്ട് വായിക്കണം. But at the end it will speak and it will not lie. അത് സംസാരിച്ചിരിക്കും. അത് കള്ളത്തരം പറയത്തില്ല. ഞാൻ ദാവീദിനോട് ബോസ്റ്റ് പറയത്തില്ല. Amen. Hallelujah. അത് കള്ളത്തരം പറയത്തില്ല. Amen. Hallelujah. അതിന് മുന്നോട്ട് എന്താ പറയുന്നത്? Though it tarries, അത് വൈകിയാലും wait for it. Amen. Hallelujah. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. Amen. Hallelujah. ഈ പ്രോമിസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നടക്കുമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാകണം. Amen. Hallelujah. അത് വൈകിയാലും അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. I will wait patiently, O Lord Jesus. എന്നിട്ട് എന്താ പറയുന്നത്? മുന്നോട്ട് വായിച്ചു. അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം. It will not tarry. Amen. Hallelujah. അത് വരും നിശ്ചയം. Amen. Hallelujah. Thank you, Lord. അപ്പോൾ എനിക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൽ കേട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. Amen. Hallelujah. കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. അന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. Amen. Hallelujah. ഞാൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കും. Amen. Hallelujah. Wait for it. ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വൈകിയാലും അതിനുവേണ്ടി കാത്തിരിക്കാം. Though it tarries, wait for it. Amen. Hallelujah. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? Though it waits, it tarries, wait for it. Amen. Hallelujah. ഈ കാത്തിരിപ്പാണ് നിങ്ങളുടെയും എന്റെയും ജീവിതം ആത്മീയത കാണിക്കുന്നത്. ഈ കാത്തിരിപ്പാണ്. Amen. Hallelujah. ഞാൻ കാത്തിരിപ്പെന്നോടെ Amen. Hallelujah. We praise you, we give you glory, Lord Jesus. We look forward. നമുക്ക് സന്തോഷമുണ്ട്. Amen. Hallelujah. Thank you, Lord. ഒരു കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Amen. Hallelujah. ഈ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർക്ക് പോവാണ്. Amen. Hallelujah. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
Lord Jesus. We praise you, Lord. We praise you, Lord Jesus, Lord. Hallelujah. ഈ കാത്തിരിപ്പാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ആ മടുപ്പ് വരുത്തുന്നത് അല്ലെ? ഈ കാത്തിരിപ്പാണ് ഒരു മടുപ്പ് വരുത്തുന്നത്. പക്ഷെ ദൈവം പറയുന്നത് look forward for it. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ വാക്യം it will not tarry. എന്താ പറയുന്നത്? വാക്യം അവസാനത്തെ അത് വരും നിശ്ചയം അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. താമസിക്കുകയില്ല. അത് വരും നിശ്ചയം. ആ appointed time വന്നിരിക്കും. Amen. Hallelujah. ആ ഒരു പ്രത്യാശയാണ്, ആ ഒരു സന്തോഷമാണ്. അത് വരും. Amen. Hallelujah. ആ promises വരും. Amen. Hallelujah. Thank you, Lord. അതുകൊണ്ട് സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നത്. സന്തോഷത്തോടെ അത് വരും നിശ്ചയം. Hallelujah. ആ ഒരു വിശ്വാസമാണ്. Hallelujah. അത് വരും. It is a promise. അല്ലേ? It is a promise. Amen. Hallelujah. Thank you, Lord Jesus. അത് വരും. Amen. Hallelujah. I am going to sing. Amen. Hallelujah. ഞാൻ ദൈവം സംസാരിച്ചു. ഇപ്പം ഞാൻ എന്നോട് ഞാൻ കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Amen. Hallelujah. I will sing worship. I will worship the Lord. Amen. Hallelujah. Hebrews 10. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും. താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കും. വിമാനത്തിനെങ്കിൽ അവന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. Therefore, do not cast away your confidence, which has great reward. Amen. Hallelujah. നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നും തകർന്നു പോകല്ലേ. അതിന് വലിയ പ്രതിഫലമുണ്ട്. Amen. Hallelujah. For you have need of endurance, so that after you have done the will of God, you may receive the promise. Amen. Hallelujah. ആ ദൈവം ചെയ്യുന്നതിനുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തം. Amen. Hallelujah. 37 പറയുന്നത് for yet a little while, and he who is coming will come and will not tarry. Amen. Hallelujah. Thank you, Lord Jesus. Lord, we praise you. Our promise on the Amen. Hallelujah. Our promise on the Amen. Hallelujah. Thank you, Lord. അത് നമ്മുടെ സമയത്താണോ? Amen. Hallelujah. അത് ദൈവത്തിന്റെ സമയമാണ്. It is in this time. എന്റെ സമയത്ത് ഞാൻ നിശ്ചയിക്കുന്ന സമയമല്ല, പക്ഷേ ദൈവത്തിന്റെ സമയത്ത്. Thank you, Lord. Thank you, Lord. ദാനിയേലിന്റെ ആ ദൈവത്തെ അന്വേഷിച്ചു. നമ്മളൊരു ദാനിയേൽ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം. ദാനിയേൽ 12. Then he said to me, Then he said to me, do not fear, Daniel, for from the first day that you set your heart to understand and to humble yourself before your God, your words were heard and have come because of your words. അവനോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. 13-ാമത്തെ വാക്യം വായിച്ചു. പാർട്ടി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഗുരുതരായ മിഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. അവനെ ഞാൻ പാർട്ടി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലം
ഒരു തടസ്സം ഉണ്ടായിരുന്നു. Amen. Hallelujah. ഇതൊരു സ്പിരിച്വൽ വാർഫെയറിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. Amen. Hallelujah. ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്. Amen. Hallelujah. നമ്മുടെ പ്രാർത്ഥനകൾ Amen. Hallelujah. അത് ദൈവം ഓൾറെഡി കേട്ടിട്ടുണ്ട്. He has already heard it. Amen. Hallelujah. പക്ഷേ പലപ്പോഴും നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഹിൻഡ്രൻസ് ആണ്, നമ്മുടെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണ്, നമ്മൾ പലതും തടഞ്ഞു നിർത്തുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. Amen. Hallelujah. അനേക ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്നില്ല. Amen. Hallelujah. Lot of voices. Amen. Hallelujah. പല ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെ ശബ്ദങ്ങൾ, നമ്മുടെ അഡ്വൈസേഴ്സിന്റെ ശബ്ദങ്ങൾ, പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാതെയാണ്. We don't listen to the voice of God. Amen. Hallelujah. Thank you Lord Jesus Lord. Hallelujah. ശബ്ദം കേൾക്കേണ്ടതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാം വാർത്ത കാണുന്ന ആൾക്കാരാണ്. Amen. Hallelujah. Thank you Lord Jesus Lord. ഈ വാർത്തകളൊന്നും വായിക്കേണ്ടതൊന്നുമല്ല പറയുന്നത്, വാർത്ത കേൾക്കേണ്ടതൊന്നുമല്ല ഞാൻ പറയുന്നത് എന്ന് പറയാതെ. Amen. Hallelujah. പക്ഷെ ആ വാർത്തകൾ എന്റെ ഉള്ളിലേക്ക് ഞാൻ കേൾക്കാൻ പാടില്ല. Amen. Hallelujah. I should not take these news inside my spirit. എന്റെ ആത്മാവിൽ എന്തുവാ ഇരിക്കേണ്ടത്? ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Amen. Hallelujah. The promise of God. Amen. Hallelujah. നമ്മൾ വാർത്തകൾ നോക്കുവാണെങ്കിൽ Amen. Hallelujah. ന്യൂസ് പേപ്പർ നോക്കുവാണെങ്കിൽ, ന്യൂസുകൾ കേൾക്കുവാണെങ്കിൽ എല്ലാം നമുക്കറിയാം. എല്ലാം നെഗറ്റീവ് ന്യൂസസ് തന്നെ എല്ലാം ഉണ്ട്. Amen. Hallelujah. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത്, അതിനെക്കുറിച്ച് സംസാരിച്ചു. ടിവിയിൽ നടക്കുന്ന ചർച്ചയെക്കാളും വലിയ ചർച്ചകൾ നമ്മൾ നടത്തും. Amen. Hallelujah. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ വേണ്ടത്? Wait patiently, it will come. Amen. Hallelujah. അത് വന്നിരിക്കും. Amen. Hallelujah. അത് വന്നിരിക്കും. Amen. Hallelujah. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ. Amen. Hallelujah. അപ്പോൾ ഞാൻ എന്താണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഫിലിപ്പിയർ 4:8 വാക്യങ്ങൾ. Philippians 4:8-9. Philippians 4. Finally, brethren, whatever things are true, whatever things are noble, whatever things are just, whatever things are pure, whatever things are lovely, whatever things are of good report, if there is any virtue and if there is anything praiseworthy, meditate on these things. സഹോദരന്മാരെ, സത്യമായൊക്കെ സത്യം എന്തുവാണ്? സത്യം എന്തുവാണ്? നേരത്തെ അർത്ഥം വായിച്ചു. I would like to David ഞാൻ ഘോഷം പറയത്തില്ല. സത്യമാണ്. യേശു I told the truth. അല്ലേ? ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ വായിച്ചോ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെ who is noble? യേശു ക്രിസ്തു. Amen. വായിച്ചോ. സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെ. നീതി ആരാണ് നീതിമാൻ? യേശു ക്രിസ്തുവാണ് നീതിമാനുള്ളത്. Amen. നിർമ്മലമായതൊക്കെ. Whatever things are pure are pure ആയിട്ടുള്ളത്. In His holiness എന്നാണ് 35 വാക്യം വായിച്ച് സാധിക്കുന്നത്. In His holiness, in His purity. ആ പ്യൂരിറ്റിയുടെ എന്തുവാണ്? ആരാണ്? യേശു ക്രിസ്തു. യജ്ഞമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും good report. സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുക. അതൊക്കെ ധ്യാനിപ്പിൻ. ഇംഗ്ലീഷിൽ പറയുന്നത് meditate on these things. നമുക്ക് വാർത്തകൾ കേൾക്കുമ്പോൾ അത് ധ്യാനിക്കാൻ പറ്റുമോ? നമ്മൾ ഓരോ വാർത്തകളും നമ്മൾ ഫോണിലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് വാർത്തകളാണ് കേൾക്കുന്നത്? അത് ധ്യാനിക്കാനാണോ അപ്പോസ്തലനായ പൗലോസ് ഇതിൽ പറഞ്ഞ ഫിലിപ്പിയർ സഭയോട് പറയുന്നത്? ആ യേശുവിൻ what is true, what is noble, what is just, ഇതിലൊക്കെ നിങ്ങൾ ധ്യാനിക്കുക. Amen. Hallelujah. Meditate on these things. Amen. Meditate on these things. Hallelujah. Thank you Lord. ദൈവത്തിന് എന്തോ വേണ്ടി നമ്മുടെ ശ്രദ്ധയൊന്നും വേണം. നമ്മൾ
വായിച്ചു. കാത്തിരിക്കുക. ഇതിൽ പറയുന്നത് ഇതൊക്കെയോ ധ്യാനിക്കുക. ദൈവത്തിന് നമ്മുടെ ശ്രദ്ധ വേണം. Attention. നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട ശ്രദ്ധ നമ്മൾ ലോകത്തിൽ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കണം. We give attention to everybody. പക്ഷെ നമുക്ക് ആ യേശു കൊടുക്കാൻ പറ്റുന്നില്ല. ദാവീദിന്റെ ചെറുപ്പം നമുക്കറിയാം. സിംഹത്തിനെ കൊന്നു, ഗോലിയാത്തിനെ കൊന്നു, എല്ലാം നമുക്കറിയാം. He is amazing. ദാവീദിന്റെ ഒരു വലിയ രാജാവായിരുന്നു. എല്ലാം നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു, യുദ്ധങ്ങളെ ജയിച്ചു. പക്ഷെ ദാവീദിന്റെ ഒരു കാലഘട്ടം വന്നു. ദാവീദിനോട് ദൈവത്തിന് മാറിപ്പോയി. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് നിർത്തി. ഹല്ലേലൂയ. യുദ്ധത്തിൽ പോയി പ്രശ്നത്തിനായി എല്ലാം ഇതുവരെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടന്ന ദാവീദ് ആ ദൈവത്തിന് മാറിപ്പോയി. അവർ പ്രശ്നത്തിൽ വന്നപ്പോൾ തന്നെ ഹല്ലേലൂയ. പിന്നെ ദാവീദ് എങ്ങോട്ടാണ് പോയത്? 1 ശമൂവേൽ 36 1 Samuel 36 1 ശമൂവേൽ 36. എന്നാൽ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അറുപാടുണ്ടായി. ദാവീദ് വലിയ കഷ്ടത്തിലായിരുന്നു. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെ പുത്രിമാരെ കുറിച്ച് വ്യസനിച്ചിരിക്കുന്നുണ്ട്. അവരെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയെ കൈവിട്ടു. ദാവീദ് എന്ത് ചെയ്തു? ദൈവമായ യഹോവയെ കൈവിട്ടു. ആറാമത്തെ വാക്യം പറയുന്നത്, now David was making distance, for the people spoke of stoning him, because the soul of the people was grieved, every man, every son and daughter. But David strengthened himself in the Lord his God. Amen. Hallelujah. ഏത് സോഴ്സിലേക്കാണ് വന്നത്? തിരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക്. Amen. Hallelujah. മടങ്ങി ആ ദൈവത്തെ അടുത്തേക്ക് തന്നെ വന്ന് എന്നോട് ആറാമത്തെ അവസാനത്തെ ഭാഗം വായിച്ചോളൂ. David strengthened himself in the Lord his God. Amen. Hallelujah. ആ ദൈവത്തിന്റെ അടുത്തേക്ക്, ആ ശ്രദ്ധയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓ ഗോഡ്, ദൈവമേ, കുറേ നാളായിട്ട് എനിക്ക് കർത്താവേ ആരാധിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല കർത്താവേ. പക്ഷേ ഇന്ന് കർത്താവേ, ഞാൻ ആ ദൈവത്തിലേക്കാണ് ഞാൻ വരുന്നത്. ആ ദൈവത്തിന്റെ അടുത്തേക്കാണ് വരുന്നത്. ആ ദൈവത്തിന്റെ ശബ്ദമാണ് എനിക്ക് കേൾക്കേണ്ടത്. Amen. Hallelujah. Thank you Lord. ആ ഓർമ്മത്തിലേക്ക് തന്നെ ഞാൻ വരുവാണ്. Amen. Hallelujah. 8ാമത്തെ വാക്യം കൂടെ വായിക്കാം. 8ാമത്തെ വാക്യം. എന്നാൽ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. സകലവും വീണ്ടുകൊള്ളും. ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ഏതൊരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ്. ആദ്യത്തെ ശബ്ദം പ്രാപിച്ച് ആ ദൈവത്തിന്റെ ശബ്ദം പിന്നെ കേട്ടു. ഒറ്റക്കാരൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ സംഗീതത്തിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മുടെ സംഗീതം അവസാനിക്കാൻ സംഗീതം 30ലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ വാക്യം Psalm 30 verse 1. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കുന്നില്ല. I will extol you, O Lord, for you have lifted me up and have not let my foes rejoice over me. ആ ശത്രുക്കൾ എന്നെ നോക്കി ജീവിക്കുന്ന പോലെ 30ാമത്തെ സംഗീതം എന്താ പറയുന്നത്? I will extol you, O Lord. You have lifted me up
and have not let my foes rejoice over me. അവർക്ക് എനിക്ക് മുമ്പ് സന്തോഷിക്കാൻ ഒരു അവസരം അങ്ങ് കൊടുത്തിട്ടില്ല. Hallelujah. Thank you, Lord Jesus. രണ്ട് മുതൽ വായിക്കാം, 12 വരെ വായിക്കാം. രണ്ട് മുതൽ വായിക്കുള്ളൂ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയിപ്പിക്കുന്നു. ഞാൻ പിടിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുകയും അവന്റെ വിശുദ്ധനാമത്തെ സ്തോത്രം ചെയ്യുകയും അവന്റെ കോപം ക്ഷമനത്തേക്കേ ഉള്ളൂ. അവന്റെ പ്രസാദമോ ജീവവൈദ്യമുള്ളത്. സന്ധ്യയിൽ കരച്ചിലോ രാമാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാൾ കുളിക്ക് പോവുകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിർമ്മാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ച് ഞാൻ ഭ്രമിച്ചു പോയി. യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവയെ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയുടെ രക്ഷകനായിരിക്കണമേ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർന്നു. എന്റെ രണ്ടു നീ അഴിച്ച് എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എന്റെ ദൈവമായ യഹോവയെ ഞാൻ എന്നെയും നിനക്ക് സ്തോത്രം ചെയ്യും. ദാവീദിന്റെ സമീപനമാണ് എന്തോ പറയുന്നത്. രണ്ടാമത്തെ വാക്യം, "Oh Lord my God, I cried to you." ഞാൻ അങ്ങേക്ക് വിളിച്ചു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഒന്ന് ശബ്ദത്തിൽ വായിച്ചു. ആമേൻ, ഹല്ലേലൂയ. 30-ാമത്തെ അധ്യായത്തിൽ ആ ദാവീദ് ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ദാവീദ് കേട്ടു. David heard the voice of the Lord. മൂന്നാമത്തെ വാക്യം, "Oh Lord, you have brought me my soul from the, you have kept me alive that I should not go down in the pit." ആ കുഴിയിലേക്ക് പോകാതെ കർത്താവ് എന്നെ രക്ഷിച്ച്. ഓരോ ദാവീദ് സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ദാവീദ് ദൈവം നടത്തിയ ഓരോ വഴികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആ ദാവീദ് ഈ ദൈവത്തിനെ വിളിച്ചാൽ മതി. ആമേൻ, ഹല്ലേലൂയ. ഈ യഹോവയുടെ അടുത്തേക്ക് ശബ്ദം പ്രാപിച്ചാൽ മതി. ഇംഗ്ലീഷിൽ പറഞ്ഞത്, he found strength in the Lord. Amen, hallelujah. He strengthened himself. എന്നെ തന്നെ ഞാൻ ബലപ്പെടുത്തുന്ന ആദ്യത്താണ്. ലോകത്തെ അടുത്താണ് ഞാൻ എന്നെ ബലപ്പെടുത്തുന്നത്. ഞാൻ ഒരു വക്കീലടുത്താണ് എന്നെ ബലപ്പെടുത്തുന്നത്. ഒരു ഡോക്ടറിന്റെ അടുത്താണ് ഞാൻ ബലപ്പെടുത്തുന്നത്. അതോ യഹോവയുടെ അടുത്താണ് ഞാൻ ബലപ്പെടുത്തുന്നത്. Where do I find my strength? Amen. ദാവീദ് പറയുന്നത് ഞാൻ യഹോവയുടെ അടുത്ത്. Amen, hallelujah. Thank you Lord Jesus, Lord. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ബലമുള്ള. ഞാൻ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? യഹോവയുടെ അടുത്തേക്കാണ് പോകുന്നത്. Amen, hallelujah. Thank you Lord. അതുകൊണ്ടാണ് ദാവീദ് ആരുടെ ശരണമോട് പറയുന്നത്. ഒരു വാക്യം എടുക്കാം. ഒന്ന് രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Amen. Hallelujah. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കുക. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മകൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിലിരിക്കാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകില്ല എന്ന് യഹോവ എന്നോട് അറിയിച്ച വചനം ഞാൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. Amen, hallelujah. And keep the charge of the Lord your God to walk in His ways. കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ആദ്യം നോക്കണം. My servant Moses is dead. എന്റെ ദാസനായ മോശ മരിച്ചു. പക്ഷെ ഞാൻ മോശയോട് കൽപ്പിച്ചതൊക്കെ അതേ ദാവീദ് ഇപ്പൊ ശലോമോനോട് പറയുക. എന്താ പറയുന്നത്? Go walk in his, അവന്റെ വഴികൾ നടക്കുക. Keep his statutes.
His commandments, His judgments, and His testimonies. Amen. Hallelujah. ദാവീദ് മരണക്കിടക്കയിലാണ് കിടന്നത്. ഇനി ദാവീദ് മരിക്കും. Amen. Hallelujah. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു മോശം വെച്ചു പക്ഷെ മരിക്കാത്ത ഒരു വചനമുണ്ട്. അതേ ദാവീദ് ഇപ്പോൾ ശബ്ദത്തോട് പറയാണ്. Amen. Hallelujah. അവന്റെ വഴികളിൽ നടക്കുക. Amen. Hallelujah. കാരണം ദാവീദ് ഇത് മനസ്സിലായി. അവന്റെ വഴികളിൽ നടന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും എനിക്കും ആ ദൈവം നടന്ന വഴികൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആശ്ചര്യത്തോട് പറയുന്നതാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൊട്ടാരം കൊണ്ട് ഇതെല്ലാം ഉണ്ട്, നീ അതിലേക്ക് സുഖമായിട്ട് താമസിക്കുക, ഇത്രയും ആർമിയുണ്ട്, ഈ ഇസ്രായേൽ മക്കളൊക്കെ നിന്റെ കൂടെ ഉണ്ട്. അതാണ് പറഞ്ഞത് ദാവീദ്. അല്ല, അവന്റെ ഇന്ന് പലക്കാലത്ത് അതാണ് എനിക്ക് വേണ്ടിയത്. എന്റെ പ്രോമിസസ് വന്നിട്ടില്ല. അവന്റെ പ്രോമിസസ് അവന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്കൊരു യേശുണ്ട്. എന്റെ കോൺഫിഡൻസ് മാറിയിട്ടില്ല കർത്താവേ. Hallelujah. Thank you Lord Jesus, oh Lord. We praise you Lord. We give you glory Lord Jesus, oh Lord. Hallelujah. എന്റെ കോൺഫിഡൻസ് ഒന്നും മാറിയിട്ടില്ല. ഞാൻ ആ ക്രൂശിലേക്ക് തന്നെ എനിക്കൊരു ക്രൂശ് അങ്ങ് തന്നിട്ടുണ്ട്. ആ ക്രൂശിലേക്ക് ഞാൻ തന്നെ ഞാൻ നോക്കും. Amen. Hallelujah. I will look unto the cross, oh Lord Jesus, oh Lord. എന്റെ ഫോക്കസ് കർത്താവേ ലോകത്തിലേക്കല്ല, പക്ഷേ ആ ക്രൂശിലേക്കാണ് കർത്താവേ. Hallelujah Lord. എന്റെ ഫോക്കസ് എവിടെയാണ്? എന്റെ യേശുവിന്റെ അടുത്തേക്ക് തന്നെയാണ്. Amen. Hallelujah. Thank you Lord. Hallelujah. We praise you Lord. നമുക്ക് പറയാം